റീയൂസ്ഡ് കണ്ടന്റ് യൂട്യൂബേഴ്സൊക്കെ പലരും ഉപയോഗിക്കും. സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലാതെ വരുമ്പം നമ്മൾ റീയൂസ്, അപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാറ്. റിയാക്ഷൻ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ വാർത്ത ആകാം, അല്ല കോമഡി ആകാം, അല്ല സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ റണ്ണിങ് ആയിരിക്കുന്ന ടോപ്പിക്കായിരിക്കും. അതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ അവിടെ ഉണ്ട് ഒരു സൈഡിൽ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ഈ ഭാഗത്തൊരു വീഡിയോ വെച്ചുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നത് നോ പ്രോബ്ലം. പക്ഷേ ഇപ്പം നിങ്ങളുടെ ആളുടെ വീഡിയോ എടുത്ത് ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെടുത്തു, അതിൻ്റെ താഴെ എനിക്കിട്ട് ടഗിക്കൊണ്ട് ഇപ്പം ജഗദീഷിൻ്റെയോ മുകേഷിൻ്റെ ഒക്കെ എന്തെങ്കിലും വീഡിയോ കോമഡി നിങ്ങൾ രംഗം വെച്ചിട്ട് അങ്ങ് വിടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ആ കൂടെ തന്നെ മൂന്നാം തൊട്ട് നിങ്ങളോട് നിന്നിട്ട് ഒന്നും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ താഴെ ഉണ്ട്, നിങ്ങളുടെ പ്രസൻസ് ആ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആകത്തില്ല. പലരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രസൻസ് ഒരു വെക്കില്ല. അല്ല മ്യൂസിക് കയറ്റി ടക്കെല്ലാം കയറ്റിയും അടിക്കും. ആർട്ട് സെൻസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കും. ഇത് തുടങ്ങി ചാനൽ വലിയ കുഴപ്പമില്ലാതെ റൺ ചെയ്ത് നമ്മൾ ഫസ്റ്റ് എമൗണ്ട് മേടിക്കുന്ന സമയമാകുമ്പോഴായിരിക്കും നമുക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റിന്റെ പ്രശ്നം വരും. റീയൂസ്ഡ് കണ്ടന്റിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു മാസം മതിയായിരുന്നു ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണം റീ അപ്ലൈ ചെയ്യാം. അപ്പോൾ 90 ദിവസം വരും ഏകദേശം. അങ്ങനെ പണി വന്നിട്ടുണ്ട്. അപ്പം അത്രയും ദിവസം നമുക്ക് ഒരു ഏണിങ് കിട്ടില്ല. ചാനലിനെ ഡെഡാക്കൊന്നുമില്ല, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിന് പോലെ നമ്മൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ചാനൽ തുടങ്ങുന്ന ഒരു 75% യൂട്യൂബേഴ്സും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് റീയൂസ്ഡ് കണ്ടന്റ്. പലർക്കും അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ നമ്മുടെ പ്രസൻസ് എവിടെയെങ്കിലും നമ്മുടെ മുന്നിൽ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഒരു കാരണവശാലും അടിക്കാനുള്ള മാർഗ്ഗം പറഞ്ഞാൽ മൂലയിൽ ഒരു റൗണ്ട് പോലെ നിങ്ങളുടെ വീഡിയോ ഫേസ് റിയാക്ഷൻസോ എന്തെല്ലാമൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പലരും ചെയ്യുന്നുണ്ട്. അവരൊന്നും മിണ്ടിയില്ലെങ്കിൽ ഒരു മൂലയിൽ വെറുതെ ഇരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ആ ചാനലിന് അവരുടെ വീഡിയോയ്ക്ക് റീയൂസ്ഡ് കണ്ടന്റ് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സൈഡ് വന്നിരിക്കുന്നത്. നമ്മൾ ഇവർക്ക് വട്ടാണ്. സത്യം പറഞ്ഞാൽ വട്ടായിട്ടല്ല, അവർക്ക് ആദ്യം പണി കിട്ടിയിട്ടുണ്ട്. പണി കിട്ടിക്കഴിയുമ്പോഴാണോ എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തുന്നത്. അപ്പം നമ്മുടെ പ്രസൻസ് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഞാൻ വന്നിരുന്നേക്കും, വെറുതെ ചുമ്മാ വന്നിങ്ങനെ ഇരിക്കുന്ന കാണാം. ചിലത് കണ്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനെ? നിങ്ങളൊരു കോമഡി വീഡിയോ താരം ഇവരിങ്ങനെ ഇരിക്കും. നമ്മൾക്ക് അവരുടെ മുഖത്തൊരു ഭാവമൊന്നുമില്ല. ഈ സാധനത്തിനായിരിക്കും അവർ പലയിടത്തും പ്ലേസ് ചെയ്യുന്നത്. റീയൂസ്ഡ് കണ്ടന്റ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ 3 മാസം നിങ്ങൾക്ക് ചാനലിൽ നിന്ന് ഏണിങ് കിട്ടില്ല. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് റീ അപ്ലൈ ചെയ്ത് വീണ്ടും ആഡ്സൻസ് എടുക്കാൻ അത്ര എളുപ്പമുള്ള പണിയല്ല. കഴിഞ്ഞ ഇടയ്ക്ക് കൊല്ലത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു 3-4 മാസമായി കാണും. ആ പെൺകുട്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പോലീസുകാരൊക്കെ പറഞ്ഞില്ല ബ്രില്യൻ്റ് ആണ്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഏകദേശം 5 ലക്ഷം രൂപയുള്ള ഒരു മാസം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വന്നു. ആ പെൺകുട്ടിക്ക് 3 മാസം വരുമാനം കിട്ടിയില്ല. ആ സമയത്താണ് ഈ കൊച്ചുകുട്ടീനെ കിഡ്നാപ്പ് ചെയ്യുകയും ഒരു പൈസ ചോദിക്കുകയും ചെയ്ത്. കാരണം വെച്ചാൽ അത്ര നാൾ അവർക്കൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി ഉള്ള എമൗണ്ട്. ടോപ്പിക്ക് പറഞ്ഞു വന്നപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പറഞ്ഞതേ ഉള്ളൂ. നല്ല രീതിയിൽ റൺ ചെയ്ത് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾക്ക് പോലും റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. 2-3 വർഷമൊക്കെ ആയിട്ട് നിൽക്കുന്ന ചാനലുകൾക്ക് പോലും വരുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിന്ന് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റീയൂസ്ഡ് കണ്ടന്റ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രസൻസ് അതിലുണ്ടാക്കാൻ ശ്രമിക്കുക. ഞാനീ പറഞ്ഞത് നിങ്ങളുടെ ഓൺ പ്രസൻസ് സൈഡിലോ താഴെയോ എവിടെയൊക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് പ്രയോജനം ചെയ്യും. അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ കൊണ്ടല്ല, ഈ 3 മാസം പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പണി കിട്ടിയവരെല്ലാവരും ഒന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.